ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനായി ശ്മശാന കേന്ദ്രം സ്ഥാപിക്കാൻ UAE-യിലെ റാസൽ ഖൈമയിൽ ഭൂമി അനുവദിച്ചു. ഇന്ത്യൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റിക്കാണ് ശ്മശാനത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല. ശ്മശാനത്തിന് ഭൂമി അനുവദിച്ച റാസൽ ഖൈമ ഭരണാധികാരിക്ക് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ നന്ദി അറിയിച്ചു. UAE-യുടെ വടക്കൻ എമിറേറ്റുകളിൽ ഇന്ത്യക്കാർ ഏറ്റവും അധികമുള്ള സ്ഥലങ്ങളിലൊന്നാണ് റാസൽ ഖൈമ. ഇവിടെയാണ് ഇന്ത്യക്കാർക്കായി ശ്മശാനവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ ഭൂമി അനുവദിച്ചത്. അൽ ജസീറ അൽ ഹംറയിൽ സർക്കാർ അനുവദിച്ച ഭൂമി ഔദ്യോഗികമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറിയതായി കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു. ശ്മശാന കേന്ദ്രത്തിന്റെ നിർമ്മാണം, ഭരണനിർവഹണം, ഭാവി പരിപാലനം എന്നിവയുടെ ചുമതല ഇന്ത്യൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റിക്കായിരിക്കും. പദ്ധതിയുടെ തുടക്കമെന്ന നിലയിൽ റാസൽ ഖൈമ മുനിസിപ്പാലിറ്റി നൽകിയ ലാൻഡ് മാപ്പ് കോർ കമ്മിറ്റിക്ക് കോൺസൽ ജനറൽ കൈമാറി. ഭൂമി അനുവദിച്ച UAE സുപ്രീം കൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സഗർ അൽ കാസിമിക്കും ഭരണകൂടത്തിനും ഇന്ത്യൻ സമൂഹത്തിന്റെ പേരിൽ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ നന്ദി അറിയിച്ചു. UAE-യിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്ന സതീഷ് കുമാർ ശിവനെ ചടങ്ങിൽ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ നിഷാം നൂറുദ്ദീൻ, അഡ്മിനിസ്ട്രേറ്റർ C പത്മരാജ് തുടങ്ങിയവർ കോൺസുൽ ജനറലിനെ സ്വീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, റാസൽ ഖൈമ.